ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കലശപൂജ നടത്തുന്നതും ആ കലശം ഭഗവാന് അല്ലെങ്കിൽ ദേവതയ്ക്ക് അഭിഷേകം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു തൊഴാറുണ്ട്. വാർഷികമായും ഉത്സവാദി സമയത്തൊക്കെ ചെയ്യപ്പെടാറുണ്ട്. എന്താണ് ഈ കലശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കലശം എന്നാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. കലശപൂജയിൽ തന്ത്രി തൻ്റെ ഉള്ളിലുള്ള മന്ത്രചൈതന്യത്തെ അതിലേക്ക് നിറക്കുകയും അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തിൻ്റെ ഏത് ദേവതയാണോ നമ്മൾ കുടിയിരുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ദേവതയുടെ കലകളെ കൂടി അതിലേക്ക് ആവാഹിച്ച് പൂജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ കലശം കൊണ്ടുചെന്ന് ബിംബത്തിൽ അഭിഷേകം ചെയ്ത് ആ ബിംബത്തിന് ചൈതന്യവർദ്ധനമുണ്ടാക്കുന്നത്. നമ്മൾ വാർഷികമായും ഉത്സവാദി കാലങ്ങളിലൊക്കെ കലശം കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമാണ് ഒരു പ്രതിഷ്ഠാ സമയത്തെ കലശം കണ്ടു തൊഴുക എന്ന് പറയുന്നത്. ആ പ്രതിഷ്ഠാ ബ്രഹ്മകലശ പൂജ അല്ലെങ്കിൽ ആ അഭിഷേകങ്ങളും പ്രതിഷ്ഠാ കർമ്മങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നൊരു ഭാഗ്യമാണ്. കണ്ണൂർ ജില്ലയിൽ ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ മാർച്ച് മാസം 17